നാലാമത്തേതും ഫൈനലുമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ട്രേസർ ടെക്നിക്ക്. അപ്പോൾ എന്താണ് ട്രേസർ ടെക്നിക്ക്? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് or its compound is introduced at one point of a system and its movement is traced by measuring radioactivity in different parts of the system. അപ്പോൾ ട്രേസ് ചെയ്യുക, ഒരാളുടെ അഡ്രസ്സ് ട്രേസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് ഒരു അയാളുടെ പിന്നാലെ ഒരാളെ വിടുക അല്ലേ? അപ്പം അതേപോലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് അല്ലെങ്കിൽ അതുമായിട്ട് അങ്ങനെ റേഡിയോ ആക്ടിവിറ്റി തരാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട്, റേഡിയോ ഐസോട്ടോപ്പ് കണ്ടെയ്നിങ് കോമ്പൗണ്ട് ഒരു സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റിനെ വേറൊരു റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് വെച്ച് ട്രാക്ക് ചെയ്യുന്ന പരിപാടിയാണ് ട്രേസർ ടെക്നിക്ക്. അങ്ങനെ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളെയും അതിൻ്റെ കോമ്പൗണ്ടുകളെയും റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ട്രേസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫോർ സ്റ്റഡിയിങ് റിയാക്ഷൻ മെക്കാനിസം, അപ്പം നമ്മൾ കെമിസ്ട്രിയിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ ഇത് ട്രേസേഴ്സ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. സ്റ്റഡിയിങ് റിയാക്ഷൻ മെക്കാനിസം. ഇവിടെ കാണിച്ചിരിക്കുന്ന റിയാക്ഷൻ ഈസ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. അപ്പോൾ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എസ്റ്ററിനെ വാട്ടർ വെച്ച് റിയാക്ട് ചെയ്യിക്കുന്ന റിയാക്ഷൻ. അപ്പോൾ അതിൽ എസ്റ്റർ ആസിഡും ആൽക്കഹോളും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വാട്ടറിൻ്റെ ഏത് ഭാഗമാണ് ആസിഡിലോട്ട് പോകുന്നത്, ഏത് ഭാഗമാണ് ആൽക്കഹോളിലേക്ക് പോകുന്നത് എന്നറിയാൻ നമുക്ക് ട്രേസർ ടെക്നിക്ക് യൂസ് ചെയ്യാം. ലേബിൾഡ് ഓക്സിജൻ was found to be present in the product acid. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ഇൻ വിച്ച് ഓക്സിജൻ ഈസ് എ റേഡിയോ ഐസോട്ടോപ്പ്. അപ്പോൾ ഓക്സിജൻ ലേബൽ ചെയ്യുക എന്നാണ് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് ഓക്സിജൻ വാട്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ പറയും വാട്ടർ ലേബിൾഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, radioactive oxygen. Well, labeled oxygen was found to be present in the product acid. അതാണ് ഈ ലേബിൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. വാട്ടറിൽ ഓക്സിജൻ ആണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ വാട്ടറിലുണ്ടായിരുന്ന ഓക്സിജൻ കണ്ടത് ആസിഡിലാണ്. അപ്പോൾ വാട്ടറിലുള്ള H+ഉം OH- OH- ആസിഡിലോട്ട് പോയി എന്ന് മനസ്സിലാക്കാം. Hence, OR has been substituted by OH group. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം CO bond underwent fission and not OR bond. അപ്പോൾ ഇവിടെ CO ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത്, OR ബോണ്ട് അല്ല ബ്രേക്ക് ചെയ്തത് എന്ന് ഈ ലേബിൾഡ് ഓക്സിജൻ യൂസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ ഫോർ ട്രേസേഴ്സ് ബീങ് യൂസ്ഡ് ഇൻ ദ സ്റ്റഡി ഓഫ് റിയാക്ഷൻ മെക്കാനിസം. റേഡിയോ ആക്റ്റീവ് ഓക്സിജൻ ആണ് യൂസ് ചെയ്തത്. ഇനി സോലിബിലിറ്റി ഓഫ് സ്പെയറിംഗ്ലി സോലിബിൾ സോൾട്ട്. ഓക്കെ, അപ്പോൾ സ്പെയറിംഗ്ലി സോലിബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡിസോൾവ് ചെയ്യാത്ത സോൾട്ടിനെയാണ് സ്പെയറിംഗ്ലി സോലിബിൾ സോൾട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലെഡ് സൾഫേറ്റ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ പക്ഷെ ഒരു ചെറിയ ഫ്രാക്ഷൻ വെള്ളത്തിലേക്ക് പോകുന്നുണ്ടാകും. അപ്പം എത്ര ഫ്രാക്ഷൻ ലെഡ് സൾഫേറ്റ് ഡിസോൾവ് ചെയ്യും, അതിനെയാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് ലെഡ് ഈസ് മിക്സ്ഡ് വിത്ത് ഓർഡിനറി ലെഡ് ഇൻ നോൺ പ്രൊപ്പോർഷൻ. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ലെഡ് എടുക്കുക, അതിലോട്ട് റേഡിയോ ആക്റ്റീവ് ലെഡ് മിക്സ് ചെയ്യും. അത് എത്ര മിക്സ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. 1:10 എന്നോ അതോ അല്ലെങ്കിൽ 0.5:10 എന്നോ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു റേഷ്യോയിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് ലെഡും ഓർഡിനറി ലെഡും കൂടി മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിനെ ലെഡ് നൈട്രേറ്റ് ആയിട്ട് ആദ്യം ലെഡ് ഈസി ആയിട്ട് ലെഡ് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ലെഡ് നൈട്രേറ്റിലോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പം അത് ലെഡ് സൾഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ലെഡ് നൈട്രേറ്റ് സോലിബിൾ ആണ്, പക്ഷേ ലെഡ് സൾഫേറ്റ് ഇൻസോലിബിൾ ആണ്. അപ്പോൾ അത് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പം ലെഡ് സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ലെഡ് സൾഫേറ്റിൽ റേഡിയോ ആക്റ്റീവ് ലെഡ് സൾഫേറ്റും ഉണ്ട്, ഓർഡിനറി ലെഡ് സൾഫേറ്റും ഉണ്ട്. നമുക്ക് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് ലെഡ് സൾഫേറ്റ് നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി മെഷർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ലെഡ് സൾഫേറ്റിൽ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ലെഡ് സൾഫേറ്റിൽ എത്ര റേഡിയോ ആക്റ്റീവ് ലെഡ് ഉണ്ട് എന്ന് നമുക്ക് അറിയാം.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനറി ലെഡ് സൾഫേറ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. നമ്മൾ ലെഡും റേഡിയോ ആക്റ്റീവ് ലെഡും മിക്സ് ചെയ്തത് ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിലാണ്. അതേ പ്രൊപ്പോർഷനിലായിരിക്കില്ലേ ലെഡ് സൾഫേറ്റും പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് റേഡിയോ ആക്റ്റീവ് ലെഡിൻ്റെ പ്രൊപ്പോർഷൻ അറിയാമെങ്കിൽ നോൺ റേഡിയോ ആക്റ്റീവ് ലെഡ് സൾഫേറ്റിൻ്റെ പ്രൊപ്പോർഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ലെഡിൻ്റെയും നോൺ റേഡിയോ ആക്റ്റീവ് ലെഡ് സൾഫേറ്റിൻ്റെയും കൂടെ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രസിപ്പിറ്റേറ്റഡ് എത്രയുണ്ടെന്ന് അറിയാം. അപ്പോൾ ആദ്യം എടുത്ത ലെഡിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ടോ അത്രയും ലെഡ് സൊല്യൂഷനിലാണ്. അപ്പം അങ്ങനെ നമുക്ക് ലെഡ് സൾഫേറ്റ് ഇൻ സൊല്യൂഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഈസി ആയിട്ട് നമുക്ക് ലെഡ് സൾഫേറ്റ് എത്ര വെള്ളത്തിലുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഡിസോൾവ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം ഞാൻ വായിക്കാം. The solubility of sparingly soluble salts like lead sulfate can be determined by the tracer technique. A known amount of radioactive lead is mixed with ordinary lead in a known proportion. It is then converted to lead nitrate by dissolving in nitric acid. The lead nitrate is treated with dilute sulfuric acid to precipitate lead sulfate. The precipitate is filtered out and the amount of lead sulfate present in solution is determined by the radioactivity of the solution. This gives only the amount of radioactive lead sulfate. Knowing the proportion in which two varieties of lead were taken originally, the amount of ordinary lead sulfate in solution can be calculated. The sum of ordinary lead sulfate and radioactive lead sulfate gives total lead sulfate present in solution. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്തത് എന്താണ്, ലെഡ് എടുക്കുക, അതിലോട്ട് കുറച്ച് റേഡിയോ ആക്റ്റീവ് ലെഡ് മിക്സ് ചെയ്യുക, 1:10 എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിനെ ആദ്യം ലെഡ് നൈട്രേറ്റ് ആക്കി മാറ്റി. ലെഡ് നൈട്രേറ്റ് സോല്യബിൾ ആണ്, അതിലോട്ട് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പം ലെഡ് സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് ചെയ്ത സാധനത്തിനെ നമ്മളെടുത്ത് മാറ്റി. എന്നിട്ട് സൊല്യൂഷനിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ലെഡ് വെള്ളത്തിൽ ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ എത്ര ആക്ടിവിറ്റി ഉണ്ടോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ലെഡ് സൾഫേറ്റ് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് 1 part റേഡിയോ ആക്റ്റീവ് ലെഡ് ടു 10 parts ഓർഡിനറി ലെഡാണ്. അപ്പം നമുക്ക് ആക്ടിവിറ്റി എത്ര കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ 10 parts കൂടുതൽ ഓർഡിനറി ലെഡ് സൊല്യൂഷനിൽ കാണും. ഒരു റേഡിയോ ആക്റ്റീവ് ലെഡ് കിട്ടിയാൽ 10 നോൺ റേഡിയോ ആക്റ്റീവ് ലെഡ് സൊല്യൂഷനിൽ ഉണ്ടാവണം. കാര്യം ആ പ്രൊപ്പോർഷനിലാണ് നമ്മൾ ആദ്യം തന്നെ ലെഡും റേഡിയോ ആക്റ്റീവ് ലെഡും മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടും കൂടി നമുക്ക് സം ചെയ്ത് കഴിയുമ്പം ടോട്ടൽ ലെഡ് സൾഫേറ്റ് ഡിസോൾവ്ഡ് ഇൻ സൊല്യൂഷൻ ക്യാൻ ബി ഡിറ്റർമിൻഡ്. ഇങ്ങനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി ഉപയോഗിച്ച് സോലിബിലിറ്റി ഓഫ് സ്പെയറിംഗ്ലി സോലിബിൾ സോൾട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഇൻ മെഡിസിൻ. ഓക്കെ, അപ്പം മെഡിസിനിൽ ഒരുപാട് തരത്തിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയോ അയഡിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്, ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ശരിക്ക് ഫങ്ഷൻ ചെയ്യുന്നു എന്നറിയാൻ റേഡിയോ ആക്റ്റീവ് അയഡിൻ യൂസ് ചെയ്യും. ഓക്കെ, എന്താ കാര്യം, അയഡിൻ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ റേഡിയോ അയഡിൻ തൈറോയിഡ് ഗ്ലാൻഡിൽ എത്തുകയും നമുക്ക് റേഡിയോ ആക്ടിവിറ്റി തൈറോയിഡിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. തൈറോയിഡ് ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ റേഡിയോ അയഡിൻ തൈറോയിഡിൽ എത്തത്തില്ല. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ അതിൻ്റെ ബീറ്റ റേ എമിഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷനിങ് കറക്റ്റ് ആണോ എന്ന് അറിയുന്നത്. ടു ഡിറ്റക്ട് ബ്രെയിൻ ട്യൂമർ അയഡിൻ മിക്സ്ഡ് വിത്ത് ഓർഗാനിക് ഡൈ ഈസ് യൂസ്ഡ്. അപ്പം ബ്രെയിൻ ട്യൂമർ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അയഡിൻ മിക്സ്ഡ് വിത്ത് ഓർഗാനിക് ഡൈ ആണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ ഇൻ സർജറി അത് യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് വെദർ ബ്ലഡ് ഈസ് സർക്കുലേറ്റിംഗ്. ഇപ്പോൾ ഹീമോഗ്ലോബിനിൽ അയൺ ആണ്, ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ഫോസ്ഫറസ് കണ്ടെയ്നിങ് റേഡിയോ ഫോസ്ഫറസ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു പേഷ്യൻസ് സഫറിങ് ഫ്രം ബോൺ ഫ്രാക്ചർ. ഇപ്പോൾ ഫോസ്ഫറസ് ബോൺസിലാണ് കാണുന്നത്. അപ്പോൾ ബോണിൽ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ ഫോസ്ഫറസ് കണ്ടെയ്നിങ് ഒരു പിന്നെ റേഡിയോ ഫോസ്ഫറസ് ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെ പോവും? എന്തായാലും പിന്നെ ഫ്രാക്ചർ ഉള്ള സ്ഥലത്തല്ലേ ഇനി ഫോസ്ഫറസിൻ്റെ ആവശ്യമുള്ളത്. ആ ഫ്രാക്ചർ മെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോസ്ഫറസിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ഫ്രാക്ചർ ഉള്ള സ്ഥലത്തേക്ക് ഈ ഫോസ്ഫറസ് കണ്ടെയ്നിങ് റേഡിയോ ഐസോട്ടോപ്പ് പോകും. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പം നമുക്ക് അവിടുത്തെ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്തുകൊണ്ട് ബോൺ ഫ്രാക്ചർ എവിടെയാണ്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഡയഗ്നോസിസിന് മെഡിസിക്കൽ ഡയഗ്നോസിസിന് റേഡിയോ ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അതർ ആപ്ലിക്കേഷൻസ് ഒന്ന് അഗ്രികൾച്ചറിലാണ്. അഗ്രികൾച്ചറിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഈസ് യൂസ്ഡ് ഇൻ ഫെർട്ടിലൈസേഴ്സിൽ യൂസ് ചെയ്തിട്ട് പ്ലാന്റ്സ് അത് അപ്ടേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റും. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ് ഫെർട്ടിലൈസറിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കും. ആ ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ. അബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി പ്ലാന്റിൽ ഉണ്ടാവില്ല. അടുത്ത ആപ്ലിക്കേഷൻ ഇൻഡസ്ട്രിയിലാണ്. മെറ്റൽ കാസ്റ്റിങ്സ് ആർ ടെസ്റ്റഡ് ഫോർ ക്രാക്സ് ബൈ പുട്ടിങ് ഇൻ റേഡിയോ ആക്റ്റീവ് ബാത്ത്സ്. എന്ന് വെച്ചാൽ എന്താണ്? മെറ്റൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അച്ചുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മെറ്റൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. അപ്പോൾ ഒരു കാസ്റ്റ് ആദ്യം ഒരു അച്ചുണ്ടാക്കും. ആ അച്ചിലോട്ട് ഈ മെറ്റൽ ഉരുക്കി ഒഴിക്കും. അപ്പോൾ ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞ് ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് അച്ചാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ അച്ചിൻ്റെ സൈസ് ഷേപ്പിൽ നമുക്ക് ആ മെറ്റൽ കിട്ടും. അപ്പോൾ ഇതാണ് മെറ്റൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അച്ചിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ക്രാക്കിൽ കൂടി ഈ മെറ്റൽ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ചൂടുള്ള മെറ്റലാണ് ഒഴുകിപ്പോയാൽ വലിയ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ഈ ക്രാക്സ് ഒഴിവാക്കാൻ വേണ്ടി റേഡിയോ ആക്ടിവിറ്റി നമ്മൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് ഈ മൗൾഡിലോട്ട് നമ്മൾ ഉരുക്കി ഒഴിക്കുന്ന സാധനം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് ബാത്ത് ഉപയോഗിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റൽ, ആ മെറ്റൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലിൻ്റെ ഒരു ബാത്തിൽ നമ്മളിത് വെക്കുകയാണ്. ഈ കാസ്റ്റ് എടുത്ത് ഈ അച്ചെടുത്ത് വെച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേനും എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ഈ ഉള്ളിലേക്ക് ഈ പിന്നെ റേഡിയോ ആക്റ്റീവ് സാധനം എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഉള്ളിൽ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദർ ആർ ക്രാക്സ് ഓൺ ദ മെറ്റൽ കാസ്റ്റിങ്സ്. അപ്പോൾ ക്രാക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. ഇനി കാസ്റ്റിങ്സ് ആർ ഇൻസ്പെക്റ്റഡ് ഫോർ റേഡിയോ ആക്ടിവിറ്റി. നോ റേഡിയോ ആക്ടിവിറ്റി നോ ക്രാക്ക്. അപ്പം നമ്മൾ ഉള്ളിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ക്രാക്ക് ഉണ്ട്, റേഡിയോ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ക്രാക്ക് ഇല്ല എന്ന് നമുക്ക് അവസാനം തീരുമാനിക്കാം. ഇനി അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റേഡിയോ തെറാപ്പിയിലാണ്. ദ യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ്. ട്രീറ്റ്മെൻറ്റ് എന്നാണ്, അത് സ്പെല്ലിംഗ് തെറ്റിപ്പോയതാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ്, അതിനെയാണ് നമ്മൾ റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ പോളിസൈത്തീമിയ വെറ എന്ന് പറയുന്നതും ലുക്കീമിയ എന്ന് പറയുന്നതുമായിട്ടുള്ള കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ ഫോസ്ഫറസ് 32 ഇഞ്ചെക്ഷൻസ് കൊടുക്കും. ഈ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഈ സെൽസിനെ എല്ലാം നശിപ്പിച്ചു കളയും. ഈ ഫോസ്ഫറസ് ബ്ലഡിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പം ആ പിന്നെ ഇഞ്ചെക്ഷൻ റേഡിയോ ആക്ടിവിറ്റി വഴി ഉണ്ടാകുന്ന റേഡിയേഷൻസ് ഈ പറയുന്ന സെൽസിനെ, ക്യാൻസർ സെൽസിനെ കരിച്ചു കളയും. ഇനി ഇതേപോലെ തന്നെ കോബാൾട്ട് 60 നമുക്ക് യൂസ് ചെയ്യാം. തൈറോയിഡ് ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അയഡിൻ 131 യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് റേഡിയോ തെറാപ്പിയിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നത്. നേരത്തെ കണ്ടത് ഡയഗ്നോസിസിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതോടെ നമ്മുടെ ആപ്ലിക്കേഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതോടെ നമ്മുടെ ഈ ചാപ്റ്ററും ഇവിടെ തീരുകയാണ്. ബാക്കിയുള്ള നേരത്തെ